ആ നീ എന്താ മലക്കോൻ വേണ്ടി വ്രതം എടുത്ത് വെച്ചിട്ട് ഡ്യൂട്ടിക്ക് പോകുന്നില്ലേ? ഇങ്ങനെ ഫോണിൽ കുത്തിക്കൊണ്ട് കളിക്കുന്നു? അല്ല ഇന്ന് ഡ്യൂട്ടിക്ക് പോകാനൊരു മൂഡില്ല. അല്ല അതെന്ന് വെച്ചാൽ ഇപ്പം പേപ്പറിലായി കഴിഞ്ഞാലും ടി വിയിലായി കഴിഞ്ഞാലും മൊത്തം വരുന്നത് നമ്മുടെ പോലീസുകാരെ പറ്റിയിട്ടുള്ള കുറ്റങ്ങളാണ്. അതായത് ഫോണിലൂടെ സ്ത്രീകളെ വിളിച്ചിട്ട് അശ്ലീലം പറയുക, അതുപോലെ തന്നെ മദ്യപിച്ചിട്ട് വീടുകളിൽ കയറി ആക്രമിക്കുക, അതുപോലെ തന്നെ സ്ഥാപനം കയറി ആക്രമിക്കുക. ഇങ്ങനെ പോലീസുകാരെ പറ്റി നിരന്തരം ഇങ്ങനെ മോശമായ വാർത്ത കേൾക്കണം. അതുകൊണ്ട് എന്നെപ്പോലുള്ള ചെറുപ്പക്കാരൻ എനിക്ക് പോലീസാണെന്ന് പറയാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു നാണക്കേടാണ്. അതുകൊണ്ട് ഇന്ന് ഡ്യൂട്ടിക്ക് വന്നൊരു മൂഡില്ല അച്ഛാ. എടാ മോനെ, നീ ഇങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ മോശമായ കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട. അതായത് ചില ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇതുപോലെ മോശമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് പോലീസ് സേനയ്ക്ക് ഒരുപാട് മോശം പേരുമുണ്ട്. പക്ഷെ നീ നോക്കിയാട്ടെ, അതായത് 5 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ പീഡിപ്പിച്ച് കൊന്ന കുറ്റവാളിയെ എത്രയും പെട്ടെന്ന് അതിവേഗത്തിൽ പോലീസുകാർ കണ്ടെത്തിയില്ലേ? ആ കുറ്റവാളിക്ക് വധശിക്ഷ വാങ്ങിച്ചു കൊടുത്തില്ലേ? അത് പോലീസുകാരല്ലേ? അപ്പോൾ അതുകൊണ്ട് നല്ലതുണ്ട് മോശമുണ്ട്. നല്ല കാര്യം ചിന്തിക്കണ്ട. അതുകൊണ്ട് മോൻ എത്രയും പെട്ടെന്ന് ഡ്യൂട്ടിക്ക് പോവുക. നിന്നെ ഏൽപ്പിച്ച ദൗത്യം കൃത്യമായിട്ട് ചെയ്യുക. ഒറ്റ കാര്യം, നീ കാരണം ഒരാൾക്കും ഒരു പരാതി ഉണ്ടാകാൻ പാടില്ല. സത്യസന്ധമായിട്ട് ജോലി നോക്കുക. മനസ്സിലായോ? അവയെ നോക്കുക. അതച്ഛൻ പറഞ്ഞാൽ ശരിയാ. ഇപ്പം ഞാൻ ഒരു ഭാഗം മാത്രം ചിന്തിച്ചു, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ തന്നെ ഡ്യൂട്ടിക്ക് പോവാണ്. ഇതാണ് ചില പ്രശ്നങ്ങൾ. അതായത് പോലീസ് സേനയിലെ ചില ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന ചില പ്രശ്നങ്ങൾ. അതായത് ആവശ്യമില്ലാതെ ഫോൺ കോൾ വിളിക്കുകയും അശ്ലീലമായി സംസാരിക്കുകയും മദ്യപിച്ച് വേണ്ടാത്ത നിരപരാധികളായ ആൾക്കാരെ ആക്രമിക്കുകയും ചെയ്യുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. സത്യമായ കാര്യമാണ്. അവർ കാരണം പോലീസ് സേനയ്ക്ക് തന്നെ ഒരുപാട് മോശമായിട്ടുള്ള പേര് സമ്പാദിച്ചിട്ടുണ്ട്. എന്നാൽ മറുവശത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അതായത് രാപ്പകലില്ലാതെ നമ്മുടെ പൊതുജനങ്ങൾക്ക് വേണ്ടി ഉറക്കമൊഴിഞ്ഞ് അധ്വാനിക്കുന്ന ഒരുപാട് പോലീസുകാരുണ്ട്. അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല. അതായത് മോശം കാര്യം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അവർ താൽക്കാലികമായി മാറ്റി നിർത്തുന്നതിന് പകരം എന്നേക്കുമായി അവർ ജോലിയിൽ പ്രവേശിക്കാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാം. മറിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന, ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ നൽകേണ്ട പാരിതോഷികം കൊടുക്കുക, അതുപോലെ തന്നെ അവർക്ക് നൽകേണ്ട അംഗീകാരം കൊടുക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. കൂടെ അതായത് കേരള പോലീസിന് വലിയ ഒരു നേട്ടമായി കൊണ്ടുവന്ന ഈ ഒരു 5 വയസ്സുകാരിയെ പീഡിപ്പിച്ചു വന്ന കൊലക്കേസ് പ്രതിയെ ജീവപര്യന്ത തടവിന് ശിക്ഷ വാങ്ങിക്കൊടുത്ത നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇവിടെ നിന്നുകൊണ്ട് എൻ്റെ ഒരു ബിഗ് സല്യൂട്ട്.